കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മണ്ഡലത്തിലെ അനൗൺസ്മെന്റ് വിവാദമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ ചൂടേറിയ ചർച്ചാ വിഷയം. മാർഷലെ, ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പാടില്ലായിരുന്നു. കാരണം എന്ന് മാത്രമല്ല, LDF പ്രത്യേകിച്ച് CPM എല്ലാ കാലത്തും ഇത്തരം ജാതി മത വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വോട്ട് പിടിക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും കോടതിയിൽ പോവുകയും അനുകൂലമായി അതിന് വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ പക്ഷേ നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് രംഗമാണ്. ഏത് രീതിയിൽ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിക്കുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. അത് നമ്മൾ പലപ്പോഴും ഓൺലൈൻ മീഡിയയിലൊക്കെ പലപ്പോഴും പലതും കാണാറുണ്ട്. ചില ഗ്രൂപ്പുകൾ വരുന്നു, ആ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് തന്നെ അപ്പുറത്തെ ആൾക്കാരായിരിക്കും. എന്നിട്ട് അവർക്കെതിരെ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്, അതിൽ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു വിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് പലരും വോട്ട് തേടുന്നുണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റുകളുമുണ്ട്. അതേപടി തന്നെ പലപ്പോഴും ചില മത സാമുദായിക ശക്തികൾക്ക് ഉള്ള ബെൽറ്റ് അല്ലെങ്കിൽ അവർക്കുള്ള ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മർമറിംഗ് ക്യാമ്പയിനായി പ്രചരിപ്പിക്കാറുണ്ട്. അത് പ്രചരിപ്പിക്കുന്നില്ല. എല്ലാവരും വളരെ പുരോഗമന സ്വഭാവത്തോടു കൂടി ജാതി മതം ഇതൊന്നും പറയാതെയാണ് വോട്ട് ചോദിക്കുന്നത് ചോദിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല, ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു, ചിലതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പരാമർശം വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ജാഗ്രത കുറവ് ഇവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും വേണം. ശരിയാണ്. അത്തരത്തിലുള്ള രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തികൾ തമ്മിൽ ഈ കാര്യം വോട്ട് ചോദിക്കാൻ പോകുമ്പോഴോ ഒക്കെ ആയിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അധികം ആരും കാണാതെയുള്ള ലഘുലേഖ വിതരണം, ഇതൊക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതും അതാണ്. ഇത്തരത്തിലൊരു മർമറിംഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെയല്ല. അത് ഒരു മതനിരപേക്ഷ നാടാണിത്, അത്തരത്തിലുള്ളൊരു മത്സരം നടക്കണം എന്നാണ്. ഈ മർമറിംഗ് ക്യാമ്പയിൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരസ്യമായിട്ട് ഈ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത്. അതെ, അത്തരത്തിൽ LDF ആരോപിക്കുന്നത് പോലെ മറുപക്ഷത്ത് അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണ വിധേയമാകേണ്ടത്. തെളിവ് വേണം. അതൊരു പ്രശ്നമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഈ ഏത് തെരഞ്ഞെടുപ്പായാലും നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയമോ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയ മണ്ഡലമോ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല പലപ്പോഴും കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് വടകര, ഈ പേരാമ്പ്ര മേഖലകളിലെ ഇലക്ഷനിൽ ചർച്ചയാവുക. പലപ്പോഴും അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾക്ക് പിന്നാലെയായിരിക്കും അവർ പോകുന്നതും. അത് തന്നെയായിരിക്കും പിന്നീട് തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നതും. അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വിധി നിർണ്ണയിക്കുന്നതും. കാഫിർ സ്ക്രീൻഷോട്ടാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വടകരയിൽ നിന്ന് കണ്ടത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അത് ഉണ്ടായതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം കുറെ കൂടെ വളരെ പരസ്യമായി അത് ആരാണ് അത് ചെയ്തതെന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഈ സ്ക്രീൻഷോട്ടിന്റെ കാര്യം. പക്ഷേ ഈ അനൗൺസ്മെന്റ് ഔദ്യോഗികമായിട്ടുള്ള പ്രചരണ വാഹനത്തിൽ, ഇപ്പോൾ ഈ പ്രചരണ വാഹനം പോലും, ഏത് വാഹനം, അതിന്റെ നമ്പർ കൊടുക്കണം, അനുമതി വാങ്ങണം, അത്തരത്തിലുള്ള ഒരു വാഹനത്തിൽ നിന്നാണ് ഇങ്ങനെ ഈ അനൗൺസ്മെന്റ് കേട്ടത്. അതെ, ഇത്തരം പ്രശ്നങ്ങൾ മതം ഉപയോഗിച്ചുള്ള വോട്ട് ചോദിക്കൽ, അതിനെ തുടർന്നുണ്ടാകുന്ന അതൊരു പ്രചാരണ വിഷയമായി വരുമ്പോൾ ഉണ്ടാകുന്ന ധ്രുവീകരണം, അതുവഴി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് എല്ലാ കാലത്തും ഒരേ റിസൾട്ട് ആവണമെന്നില്ല. ലോക്സഭാ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന റിസൾട്ട് ആകണമെന്നില്ല. നിയമസഭാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അതിന് മറ്റൊരു തരം റിസൾട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ജനസംഖ്യ അനുപാതവും എത്രത്തോളം പ്രാതിനിധ്യ സ്വഭാവവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇപ്പോൾ വിധി എഴുതാൻ കഴിയില്ല. ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നൊന്നും നമുക്ക് വിധി എഴുതാൻ കഴിയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് നോക്കുമ്പോഴും ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല സംഭവിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും ഈ മേഖലകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് വാസ്തവം. ഫാത്തിമ തഹ്ലിയ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു അവരാണ് മത്സരിക്കുന്നത്. അവിടെ തിരിച്ചപ്പുറത്ത് മത്സരിക്കുന്നത് TP രാമകൃഷ്ണൻ. അപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഉണ്ടാകാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ഈ അനൗൺസ്മെന്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും അത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാകുകയും അത് ലക്ഷ്യമാക്കിയാണോ ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രാതിനിധ്യമുള്ള നമ്മുടെ രാഷ്ട്രീയത്തിൽ അത്തരം പാർട്ടികൾ അത്തരം വോട്ടുകളെ ലക്ഷ്യമാക്കുന്നു എന്നുള്ള സത്യമാണ്. കാരണം അവർ ഇപ്പോൾ ഇതിനകത്ത് ഡിഫെൻസീവിലായി, പ്രതിരോധത്തിലായത് ഇടതുമുന്നണി ആണെങ്കിലും അപ്പുറത്ത് ഇങ്ങനെ ഒരു വർക്ക് നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു പ്രചാരണം നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല തെളിവില്ല. അത് അവർ വളരെ സ്മാർട്ടായിട്ട് ഇത്തരം പ്രചാരണം നടത്തുന്നവരാണ് എന്ന് നമുക്ക് പല മുൻകാല അനുഭവങ്ങളുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവർ പരസ്യമായിട്ട് അത്തരം പ്രചാരണം നടത്താറില്ല. പക്ഷേ ഇപ്പോൾ ദീന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ കോണിക്ക് വോട്ട് ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മർമറിംഗ് ക്യാമ്പയിനുകൾ കാലാകാലങ്ങളായി ലീഗുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിലും ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളൊന്നും ആയിരിക്കില്ല. പക്ഷേ സാമുദായികമായിട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം,
എന്നർത്ഥത്തിൽ. മുസ്ലിം ലീഗ് കുറച്ചുകൂടെ സെക്കുലറായ വേറെ ആളെ നിർത്തുമായിരിക്കും, അത് വേറെ കാര്യം. മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ക്യാമ്പയിൻ പലപ്പോഴും മുസ്ലിം ലീഗ് പല മണ്ഡലങ്ങളും നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ട് പല പരാതികളും വന്നിട്ടുണ്ട്. കേസുണ്ടായിട്ടുണ്ട്. 2016 അഴീക്കോട് മണ്ഡലത്തിൽ KM ഷാജി നടത്തിയ പ്രചരണത്തിനെതിരെ അന്ന് കേസുണ്ടായിരുന്നു. അതെ, അവിടെയും അവസാനം ഷാജി അത് ഡിഫെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അറിഞ്ഞിട്ടില്ല, അത്തരം ഒരു പോസ്റ്റർ പതിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഈ പറഞ്ഞതുപോലെ ഒരു ആശാസ്യകരമായ ഒരു രീതിയല്ല അത്. പക്ഷേ ഇടതുമുന്നണി ഇവിടെ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തു എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു. അത് ഒരു ബുദ്ധിയില്ലായ്മയാണ് കാണിച്ചത്. അതിനെതിരെ നിയമപരമായ നടപടി എടുക്കണമായിരുന്നു. നിയമപരമായ പരാതി കൊടുക്കുന്നതിന് പകരം ഇത് വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ ധ്രുവീകരണത്തിന് ഇവർ ആഹ്വാനം ചെയ്യുന്നതാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും ചെയ്യും. കാഫിർ സ്ക്രീൻഷോട്ടിനെ കുറിച്ചും അതാണ് പ്രശ്നം. നിഷ്പക്ഷമായ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഒക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രാഷ്ട്രീയമായി ഇങ്ങനെ വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമങ്ങളുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. പേരാമ്പ്ര മണ്ഡലമായാലും വടകര മണ്ഡലം, കോഴിക്കോടിൻ്റെ കടത്തനാടൻ മേഖല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ രീതി തന്നെ മാറി. നേരത്തെ നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് വേരോട്ടം ഉണ്ടായിരുന്ന, സോഷ്യലിസ്റ്റ് വേരോട്ടം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ അത് വന്ന് കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വളരെ മതവൈകാരികമായ രീതിയിലേക്ക് രാഷ്ട്രീയ പ്രചരണങ്ങൾ മാറുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. മാത്രമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്ത്, ശബരിമല, കോവിഡ്, സ്പ്രിംഗ്ലർ, അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ, അതിനുള്ള ഏറ്റുമുട്ടലുകളൊക്കെ. പക്ഷേ ഇത്തവണ തെരഞ്ഞെടുപ്പിനുള്ള സമയവും കുറവായിരുന്നു, വിഷയങ്ങളും കുറവായിരുന്നു. ആവനാഴിയിൽ ഒന്നുമില്ലാതെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പൊള്ളയായ ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ച് പ്രചരണ വിഷയങ്ങൾ, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും അത് പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ ഒരു മതവൈകാരികതയിലേക്ക് ചുരുങ്ങുകയാണിപ്പോൾ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ 3 ദിവസമേ ഉള്ളൂ, ഇനി കാര്യമായ വിഷയങ്ങളൊന്നും വരാനില്ല. മാത്രമല്ല അവിടെ ഇപ്പോൾ ഈ മലബാറിൽ ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു ഒരു രാഷ്ട്രീയ ചിത്രം കൂടിയുണ്ട്. അവിടെ CPM-നോ ഇപ്പം UDF നമുക്കറിയാം, UDF-ൽ ഒരു കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് മറ്റ് കോൺഗ്രസിനെ അപേക്ഷിച്ചും മറ്റ് സംഘടനകളെ അപേക്ഷിച്ചും ലീഗാണ്. ഇത്തവണ എന്തു വിധേനയും അധികാരത്തിൽ വരണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അപ്പോൾ അതിന് സ്വാഭാവികമായി അവരുടെ എല്ലാ കേഡർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് മലബാറിൽ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്സാഹം, അതിനൊപ്പം തന്നെ വടകര, പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ സജീവമായ സാന്നിധ്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അവിടെ അവരും കൂടി ലീഗിനൊപ്പം അവർക്കും കേഡർ സ്വഭാവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും CPM എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതേ ഉത്സാഹവും അതേ അച്ചടക്കവും അതുപോലെ തന്നെയുള്ള ആഘോഷങ്ങളും ഒക്കെ മറുഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ലീഗ് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥി കിട്ടും. അത് ലീഗ് ഒരു ദുർബലമായ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയ മട്ടിലായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലേക്ക് കയറി വന്നപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ കേഡർ ആവേശം കൂടെ വന്നപ്പോൾ സ്വാഭാവികമായി അവർ മുൻപന്തിയിലേക്ക് വരുന്നു. അപ്പോൾ കാര്യങ്ങൾ മാറി, അവിടെ വൈകാരികമായ മത ആസ്പെക്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല അവിടെ പ്രത്യേകിച്ച് ഈ മലബാറിലൊരു മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള നീക്കം, അവരുടെ ഈ അവർക്കൊരു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് ഒരൊറ്റ കൺസോഷ്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അവർക്കൊരു ആത്മവിശ്വാസം നൽകുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ ഇങ്ങനൊരു കൂട്ടുകെട്ടുണ്ടായാൽ കേരളത്തിലെ അടുത്ത ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഞങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന ഒരു രീതിയിലേക്ക്, അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ഒരു ഒത്തൊരുമ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് മലബാറിലെയും കേരളത്തിലെയും പല മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കാൻ ഞങ്ങളൊരു ശക്തിയായി കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം, ആ കോൺഫിഡൻസ് അവിടെ ഒരു ഉത്സാഹമായി ഒറ്റ കാര്യമുണ്ട്, ഉത്സാഹമായി മാറിയപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വർഗീയ ധ്രുവീകരണം അപ്പുറത്തും ഉണ്ടാകാൻ പേരാമ്പ്ര പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രയാസമില്ല. കാരണം പേരാമ്പ്ര, നാദാപുരം ബെൽറ്റുകളുടെ സ്വഭാവം നമുക്കറിയാം. അവിടെ സാമൂഹികമായ സ്വഭാവവും ഏത് നിമിഷവും രാഷ്ട്രീയം മതവൈകാരികമായി മാറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു രക്ഷയും ഇല്ലെന്ന് കണ്ടാൽ CPM അവിടെ അടവ് മാറ്റുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അല്ല. ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം ഈ ആനന്ദം പറഞ്ഞതുപോലെ ആ മേഖലയിലെ ഈ രാഷ്ട്രീയമായിട്ടൊരു ധ്രുവീകരണം എന്ന് പറയുന്നത് തികച്ചും സാമുദായികമാണെന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നാദാപുരത്തൊക്കെ വലിയ സംഘർഷം നടന്ന മേഖലയാണ് അല്ലേ, ഉണ്ണിക്കറിയാമല്ലോ. അവിടെ ലീഗും CPM-ഉം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വേർതിരിച്ച് നിർത്താമെന്നല്ലാതെ അതിനെ അല്ല. ഞങ്ങളൊക്കെ റിപ്പോർട്ട് നാദാപുരത്ത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്ത് വലിയ കലാപം ഉണ്ടായി തുണീരിൽ. അത് DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ തുടങ്ങിയതാണ്. അത് ലീഗ് CPM സംഘർഷം എന്നതിനപ്പുറം അതൊരു മതവിഷയമായി മാറുകയാണ്. അതൊരു സാമുദായികമായ ചായ കൊടുക്കാമെന്നല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നോട്ടത്തിൽ അതൊരു രാഷ്ട്രീയമായി ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉള്ള ഒരു സംഘർഷമാണ് ശരിക്കും അതിനകത്ത്. അങ്ങനെ തന്നെ കാണാനാണ് എനിക്കിഷ്ടം, അങ്ങനെ തന്നെ കാണുകയും വേണം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്നുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് മുസ്ലിം ലീഗ് വിമർശന വിധേയമാകുന്നില്ല. വിമർശന വിധേയമാകേണ്ടതാണ്
അതാണ് ലീഗിൻ്റെ പല നേതാക്കളുടെയും പ്രസംഗം. ഉദാഹരണത്തിന് കെ എൻ ഷാജി ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലം നമ്മൾ ഈ അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന്, അത് മുസ്ലിം ലീഗ് പുറത്തു നിന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല, 10 കൊല്ലം നമുക്ക് നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല, നമുക്ക് സ്കൂളുകൾ കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നത് കിട്ടിയില്ല, അല്ലെങ്കിൽ ചില അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില അവകാശങ്ങൾ കിട്ടിയില്ല. അത് തിരിച്ചെടുക്കേണ്ട ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. സാമുദായികമായി ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിം ലീഗ് നേരിടുന്നു എന്നതിൻ്റെ അർത്ഥമല്ലേ ഒരു പ്രധാനപ്പെട്ട നേതാവില്ലേ കെ എൻ ഷാജി? വേറെ ആരെങ്കിലും അതിനെ തള്ളി പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോ പാണക്കാട് തങ്ങളൊന്നും ഇത്തരം പ്രസംഗങ്ങളെ തള്ളി പറയുന്നില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇങ്ങനെ ഒരു ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ നേരത്തെ തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും ഇവിടെ വിമർശന വിധേയമാകണം. ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് CPM LDF. അവരായിരുന്നു സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഘടകം ഇവിടെ ഉണ്ട് എന്ന്. മലബാറിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ്, മറ്റ് വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ ജാതിപരമായോ സാമുദായികപരമായോ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്ന് ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നാൽ അതിനെക്കുറിച്ച് കരുതിയിരിക്കേണ്ടത് ആരാ? LDF തന്നെയാണ്.